നമസ്കാരം. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 2028-ലാണ്. ആരായിരിക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 2028-ലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ഡെയിലി മെയിലും ഒരു പ്രമുഖ ഏജൻസിയും സംയുക്തമായി നടത്തിയ സർവേ സൂചിപ്പിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒരു സംശയവുമില്ല ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ JD വാൻസ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 38 പോയിൻ്റ് ഉയർന്ന് 45% വോട്ടുകളാണ് ലഭിച്ചത്. ഇത് കണക്കാക്കി നോക്കുമ്പോൾ JD വാൻസ് തന്നെയായിരിക്കും അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ സർവേയിൽ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. JD വാൻസിന് കൂടുതൽ സ്ത്രീകൾ അത് മുൻഗണന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏതാണ്ട് 50% സ്ത്രീകളും JD വാൻസിനെയാണ് പിന്തുണച്ചതെങ്കിൽ 45% പുരുഷന്മാർ മാത്രമാണ് JD വാൻസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, അമേരിക്കയിലെ ജനങ്ങളൊക്കെ തന്നെ ഒരു പുതിയൊരു മുഖം പ്രസിഡൻ്റായി വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ രസകരമായ കാര്യം, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ ഈ സർവേയിൽ 3-ാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സർവേ ഫലങ്ങളനുസരിച്ച് പലരും പറയുന്നത് അടുത്ത വൈസ് പ്രസിഡൻ്റ് ആയി മാർക്കോ റൂബിയോ എത്തും എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം റിപ്പബ്ലിക്കൻ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാർക്കോ റൂബിയോ അവരുടെ വളരെ വിശ്വസ്തനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നാളെ JD വാൻസ് പ്രസിഡൻ്റ് ആയാൽ വൈസ് പ്രസിഡൻ്റായി മാർക്കോ റൂബിയോ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കുക. അദ്ദേഹം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ രാജ്യാന്തര ബന്ധങ്ങളും എല്ലാം തന്നെ വളരെ ഭംഗിയായി കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. മറ്റ് രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിലൊക്കെ തന്നെ മാർക്കോ റൂബിയോ എല്ലായിടത്തും ഓടിയെത്തി അവരുമായുള്ള ചർച്ചകളിലും മറ്റും സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാർക്കോ റൂബിയോയ്ക്ക് തന്നെയാണ് അടുത്ത വൈസ് പ്രസിഡൻ്റ് ആവാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ വന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടേമിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റ് ആകും എന്നാണ് ഇപ്പോൾ പലരും കണക്കാക്കുന്നത്. 2036 മാർക്കോ റൂബിയോ അമേരിക്കൻ പ്രസിഡൻ്റായി മത്സരിക്കും എന്നാണ് പലരും ഇപ്പോൾ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം വളരെ കുറവാണ്. ആ സമയമാകുമ്പോഴേക്കും അദ്ദേഹത്തിന് 65 വയസ്സ് മാത്രമേ ആയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡൻ്റായി മത്സരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിലവിലെ പ്രസിഡൻ്റ് പ്രായം നമുക്കറിയാം. ഡൊണാൾഡ് ട്രംപിൻ്റെ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സും 7 മാസവും പ്രായമായിരിക്കും. ഇവരെല്ലാവരുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മാർക്കോ റൂബിയോ താരതമ്യേന വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ്. JD വാൻസിന് വളരെ അനുകൂലമായി മാറാനുള്ള മറ്റു ഘടകം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷ വാൻസിൻ്റെ ഇടപെടലുകളാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഉഷ വാൻസ് നമുക്കറിയാം, അവർ ഇന്ത്യൻ വംശജയാണ്. പക്ഷേ നിരന്തരമായി സാമൂഹ്യ സേവന രംഗത്തൊക്കെ തന്നെ അവർ വളരെ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവരുടെ ഈ ഇടപെടലുകളൊക്കെ തന്നെ ഭർത്താവിന് അനുകൂലമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. വളരെ ചെറുപ്പക്കാരിയാണ്, വളരെ ഊർജ്ജസ്വലയായ ചുറുചുറുക്കുള്ള ഒരു പൊതുപ്രവർത്തക കൂടിയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവരുടെ സേവനത്തിൻ്റെയും കൂടി ഒരു പ്രതിഫലനം JD വാൻസിന് അടുത്ത റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് ആരാകണം എന്നുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ കൂടുതൽ സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അടുത്തിടെ കൊല്ലപ്പെട്ട യാഥാസ്ഥിതിക നേതാവായിരുന്ന ചാർലി ക്രിക്കിൻ്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ തന്നെ JD വാൻസിന് പൂർണ്ണ പിന്തുണ എല്ലായ്പ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈയിടെ നടന്ന അവരുടെ ഒരു പൊതു പരിപാടിയിലും JD വാൻസിനെയാണ് അവർ അങ്ങേയറ്റം വാഴ്ത്തി സംസാരിച്ചത്. ഒരുപക്ഷെ ഭാവി അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പരസ്യമായി പറഞ്ഞില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ചില സൂചനകളാണ് ചാർലി ക്രിക്കിൻ്റെ സഹധർമ്മിണിയുടെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യവും പലരും ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ നോക്കുമ്പോൾ യുവതലമുറ വലിയ ഒരു ശതമാനം JD വാൻസിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഈ സർവേ ഫലവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പിന്നീട് JD വാൻസിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ തന്നെ ഇതിന്മേൽ പ്രതികരിക്കാൻ അവർ വിസമ്മതിക്കുകയായിരുന്നു. കാരണം ഇത്തരം വോട്ടെടുപ്പുകൾ അമേരിക്കയിൽ എപ്പോഴും സംഭവിക്കാറുള്ളത് തന്നെയാണ്. ഇനി അങ്ങോട്ട് 2 വർഷത്തിന് ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഇപ്പോഴേ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ്, JD വാൻസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെറുപ്പക്കാരനാണ്. മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും തൻ്റേതായ നിലപാടുള്ള ഒരു വ്യക്തിയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ കീഴിൽ വൈസ് പ്രസിഡൻ്റായി ജോലി നോക്കുന്ന സമയത്ത് പോലും തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് അദ്ദേഹം വിയോജിപ്പ് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈയിടെ നടന്ന പല സംഭവങ്ങളിലും അദ്ദേഹം തൻ്റെ വിയോജിപ്പ് പ്രസിഡന്റിനോട് നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളിൽ ഒരുപക്ഷെ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയായി JD വാൻസ് മാറും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ സർവേകളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച ഈ കൂറ്റൻ ജനപ്രീതി അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പോൾ പട്ടികയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ മകനായ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അധികം വോട്ട് നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പറയുന്നത് താൻ മത്സരത്തിനേ ഇല്ല എന്നാണ്. കാരണം തനിക്കതിലൊന്നും തന്നെ താല്പര്യമില്ല. ഒരുപക്ഷെ അവർ വ്യവസായ ലോകത്തെ വളരെ അധികായന്മാരായി ആ തിരക്കുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രവുമല്ല, JD വാൻസ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നാണ് അദ്ദേഹം തൻ്റെ അടുത്ത വേണ്ടപ്പെട്ടവരോടൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും JD വാൻസിന് ഒരു ഭീഷണിയായി ഡൊണാൾഡ് ട്രംപ് ജൂനിയർ വരാനുള്ള സാധ്യതയും കാണുന്നില്ല. ഏതായാലും 2 വർഷം കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഏതായാലും ഡൊണാൾഡ് ട്രംപിന് ഇനി 2028 വരെ കാലാവധിയുണ്ട്.
ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണത്തിലെ പല കാര്യങ്ങളും, അത് ഉണ്ടായ നല്ല കാര്യങ്ങളും വീഴ്ചകളുമൊക്കെ തന്നെ അത് JD വാൻസിൻ്റെ തിരഞ്ഞെടുപ്പിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ പോൾ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത്.